ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ KTET ആസ്പിരൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ ആദ്യത്തെ 3 പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ബാക്കി ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, the age in which man used stone tools and weapons is known as. The age in which man used stone tools and weapons is known as Stone Age. The age in which man used stone tools and weapons യൂസ് ചെയ്ത കാലഘട്ടം അറിയപ്പെടുന്ന പേരാണ് Stone Age. രണ്ടാമത്തെ ചോദ്യം, during Paleolithic age, colors of cave paintings are made from. During Paleolithic age, colors of cave paintings are made from plants, extract and powdered laterite. മൂന്നാമത്തെ ചോദ്യം, during Paleolithic age, what was used as fuel for lighting in the caves when sunlight was insufficient? പാലിയോലിത്തിക് കാലഘട്ടത്തിൽ ഫ്യൂവലായിട്ട് യൂസ് ചെയ്തത് എന്താണ്? അപ്പം സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് വെളിച്ചത്തിന് വേണ്ടി നമ്മൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്തത് എന്താണ്? ഡ്യൂറിങ് പാലിയോലിത്തിക് ഏജ് വാട്ട് വാസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ ഫോർ ലൈറ്റനിങ് ഇൻ ദ കേവ്സ് വെൻ സൺലൈറ്റ് വാസ് ഇൻസഫിഷ്യൻറ്റ്. ആനിമൽ ഫാറ്റ്. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് എഴുതി. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള കാര്യം തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ മേജർ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് പാലിയോലിത്തിക് ഏജ്? വാട്ട് വാസ് ദ മേജർ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് പാലിയോലിത്തിക് ഏജ്? ആൻസർ കേവ് പെയിൻറ്റിങ്സ്. കേവ് പെയിൻറ്റിങ്സ് ആണ് പാലിയോലിത്തിക് ഏജുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് തരുന്ന സോഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, മേജർ പാലിയോലിത്തിക് സൈറ്റ്സ്. അപ്പോൾ അടുത്തത് മേജർ പാലിയോലിത്തിക് സൈറ്റുകൾ ഏതൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ള 2 പാലിയോലിത്തിക് സൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന് ഭിംബേട്ക. ഭിംബേട്ക എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അവിടെ എന്താ ഉള്ളത്? റോക്ക് ഷെൽട്ടർ. അപ്പോൾ ഭിംബേട്ക, മധ്യപ്രദേശ്, റോക്ക് ഷെൽട്ടർ. ഇതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ചോദിക്കാം റോക്ക് ഷെൽട്ടർ എവിടെയാണ്, എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളതെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഭിംബേട്ക എന്ന് എഴുതണം. അതുപോലെ തന്നെ ചിലപ്പോൾ എന്ത് ചോദിക്കാം, ഈ ഭിംബേട്ക എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലാണ് എന്നും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഭിംബേട്ക മധ്യപ്രദേശിലാണ്, അവിടെയാണ് റോക്ക് ഷെൽട്ടർ ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട സൈറ്റാണ് നർമ്മദ വാലി. നർമ്മദ വാലി അതെവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പോൾ ഭിംബേട്കയും നർമ്മദ വാലിയുമാണ് പ്രധാനപ്പെട്ട. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഭിംബേട്കയും അതുപോലെ തന്നെ നർമ്മദ വാലിയും ആണ്. ആറാമത്തെ ചോദ്യം, ദ ഏജ് ഇൻ വിച്ച് പീപ്പിൾ യൂസ് സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിൻറ്റ്സ്. ദ ഏജ് ഇൻ വിച്ച് പീപ്പിൾ യൂസസ് സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിൻറ്റ്സ് ഇസ് കോൾഡ് മെസോലിത്തിക് ഏജ്. അപ്പോൾ സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് മെസോലിത്തിക് ഏജ് ആണ്. ദ ഏജ് ഇൻ വിച്ച് പീപ്പിൾ യൂസസ് സ്മോൾ stone tools with sharp points is called a Mesolithic age. അടുത്തത് ആറാമത്തെ ചോദ്യം, മെസോലിത്തിക് ഏജ് സൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മെസോലിത്തിക് ഏജിൻ്റെ സൈറ്റ്സ് പ്രധാനമായും 2 എണ്ണമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ബാഗർ രാജസ്ഥാനിലാണ്, ബാഗർ ആൻഡ് ആദംഗഡ്. അതെവിടെയാണ്? മധ്യപ്രദേശിലാണ്. അപ്പോൾ ബാഗർ എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്, ആദംഗഡ് എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ്. ഇത് മാറിപ്പോയത്, അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അടുത്തത് ഏഴാമത്തെ ചോദ്യം, കൾട്ടിവേഷൻ ബിഗിൻസ് അറ്റ് ദ ഏജ്. കൾട്ടിവേഷൻ ബിഗിൻസ് അറ്റ് ദ ഏജ് ഓഫ് നിയോലിത്തിക് ഏജ്. അപ്പോൾ കൾട്ടിവേഷൻ, കൃഷി ആരംഭിച്ച കാലഘട്ടം എന്ന് പറയുന്നത് നിയോലിത്തിക് ഏജ് ആണ്. നിയോലിത്തിക് ഏജിലാണ് കൾട്ടിവേഷൻ ബിഗിൻ ചെയ്തത്. അടുത്ത ചോദ്യം നോക്കുക, ദ ചേഞ്ച് ഫ്രം ഫുഡ് ഗാദറിംഗ് ടു ഫുഡ് പ്രൊട്ടക്ഷൻ ഒക്കേഴ്സ് അറ്റ്. ദ ചേഞ്ച് ഫ്രം ഫുഡ് ഗാദറിംഗ് ടു ഫുഡ് പ്രൊട്ടക്ഷൻ ഒക്കേഴ്സ് അറ്റ് നിയോലിത്തിക് ഏജ്. അപ്പോൾ ഫുഡ് ഗാദറിംഗ് നിന്ന് ഫുഡ് പ്രൊഡക്ഷനിലേക്കുള്ള ആ മാറ്റം സംഭവിച്ചത് എപ്പോഴാണ്? അത് കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണല്ലേ. അപ്പോൾ ഏത് ഏജിലാണ്? നിയോലിത്തിക് ഏജിൽ തന്നെയാണ്. അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്,
Who described the changes of human life brought about by the cultivation as Neolithic Revolution? Question ഒന്നുകൂടി നോക്കുക. Who described the changes of human life brought about by the cultivation as Neolithic Revolution? അപ്പോൾ ജനങ്ങളുടെ ജീവിതത്തിൽ കൾട്ടിവേഷൻ കൊണ്ടുണ്ടായ മാറ്റം നമ്മൾ പറഞ്ഞു അല്ലേ, ഫുഡ് ഗാദറിങ്ങിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷനിലേക്ക് മാറി. അപ്പോൾ ഈ ഒരു ചേഞ്ചിനെ നിയോലിത്തിക് റവല്യൂഷൻ എന്ന് ഡിസ്ക്രൈബ് ചെയ്ത വ്യക്തി ആരാണ്? നിയോലിത്തിക് റവല്യൂഷൻ, ആ പേര് അടിവരയിട്ട് ശ്രദ്ധിക്കുക. നിയോലിത്തിക് റവല്യൂഷൻ എന്ന് ഡിസ്ക്രൈബ് ചെയ്തത് ആരാണ്? ഗോർഡൺ ചൈൽഡ് ആണ്. ഗോർഡൺ ചൈൽഡ്. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. മാൻ മേക്സ് ഹിംസെൽഫ്. വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി ആർ ഫേമസ് വർക്ക്സ് ഓഫ്. അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളുടെ പേരാണ് മാൻ മേക്സ് ഹിംസെൽഫ്, അതുപോലെ തന്നെ വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി. ഇത് എഴുതിയത് ആരാണ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിയോലിത്തിക് റവല്യൂഷൻ എന്ന് ആ ഒരു ചേഞ്ചിനെ വിശേഷിപ്പിച്ച ഗോർഡൺ ചൈൽഡ് എന്ന് പറയുന്ന ചരിത്രകാരനാണ് ഈ 2 പുസ്തകങ്ങളും എഴുതിയിട്ടുള്ളത്. മാൻ മേക്സ് ഹിംസെൽഫ് ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി. ഇത് രണ്ടും ഗോർഡൺ ചൈൽഡിൻ്റെ വർക്ക്സ് ആണ്. അടുത്തത് 11ാമത്തെ ചോദ്യം. മേജർ നിയോലിത്തിക് സൈറ്റ് ഓഫ് കേരള. കേരളത്തിലെ നിയോലിത്തിക് സൈറ്റ് ഏതും ചോദിക്കാൻ സാധ്യതയുള്ള മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മേജർ നിയോലിത്തിക് സൈറ്റ് ഓഫ് കേരള. കേരളത്തിലെ നിയോലിത്തിക് നവീന ശിലായുഗ കേന്ദ്രം ഏതാണ്? എടക്കൽ കേവ്. എടക്കൽ കേവ് ആണ് കേരളത്തിലുള്ള നിയോലിത്തിക് സൈറ്റ്. അടുത്ത ചോദ്യം. എക്സാമ്പിൾ ഫോർ ദ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റൈൻഡ് ബൈ ദ നിയോലിത്തിക് മാൻ. എക്സാമ്പിൾ ഫോർ ദ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റൈൻഡ് ബൈ ദ നിയോലിത്തിക് മാൻ. Answer, Lake Village in Switzerland. Lake Village in Switzerland. The example for the technical progress attained by the Neolithic man is Lake Village in Switzerland. അടുത്ത ചോദ്യം. The site that provide evidence for life in the Neolithic age. The site that provide evidence for the life in the Neolithic age. Answer, ജർമ്മോ. അടുത്ത 14ാമത്തെ ചോദ്യം. ദ ട്രാൻസിഷൻ പീരീഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് ടു മെറ്റൽ ഏജ്. ദ ട്രാൻസിഷൻ പീരീഡ് ഫ്രം സ്റ്റോൺ ഏജ് ടു മെറ്റൽ ഏജ് ഈസ് കാൽക്കോലിത്തിക് ഏജ്. കാൽക്കോലിത്തിക് ഏജ്. ദ ട്രാൻസിഷൻ പീരീഡ് ഫ്രം സ്റ്റോൺ ഏജ് ടു മെറ്റൽ ഏജ്. അടുത്തത്. ദ ഏജ് ഇൻ വിച്ച് പീപ്പിൾ യൂസ് കോപ്പർ ടൂൾസ്. ദ ഏജ് ഇൻ വിച്ച് പീപ്പിൾ യൂസ് കോപ്പർ ടൂൾസ്. കോപ്പർ ടൂൾസ് യൂസ് ചെയ്ത കാലഘട്ടം കാൽക്കോലിത്തിക് ഏജ്. കാൽക്കോലിത്തിക് ഏജ് ആണ് കോപ്പർ ടൂള് യൂസ് ചെയ്തിട്ടുള്ള കാലഘട്ടം. അപ്പോൾ ഇതിൻ്റെ പ്രൊനൗൺസിയേഷനിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാകും, എന്നാലും അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് 16ാമത്തെ ചോദ്യം. മേജർ കാൽക്കോലിത്തിക് സൈറ്റ് ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലുള്ള കാൽക്കോലിത്തിക് സൈറ്റ് എന്ന് പറയുന്നത് മെഹർഗഡ് ആണ്. മെഹർഗഡ് ആണ്, അത് ഓർമ്മിച്ച് വെക്കുക. ഇനി അടുത്തത് 17ാമത്തെ ചോദ്യം നോക്കിയേ. ചോദ്യമല്ല, നമ്മൾ ആ ഓരോ ഏജും അതിൻ്റെ സ്പെഷ്യാലിറ്റിയും ആ കാലഘട്ടത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ടൂൾസിൻ്റെ പേരുമാണ് നമ്മളൊരു ബോക്സാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ആ ഏജും അതിൻ്റെ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ടൂൾസും നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കാം. പാലിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ക്രൂഡ് സ്റ്റോൺ ടൂൾസ്. ക്രൂഡ് സ്റ്റോൺ ടൂൾസ്, പരുക്കനായ കല്ലുകളാണ് ടൂൾസായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തത് മെസോലിത്തിക് ഏജ്. മെസോലിത്തിക് ഏജിൽ മൈക്രോ സ്റ്റോൺ ടൂൾസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിയോലിത്തിക് ഏജ് ആകുമ്പോഴേക്കും അത് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസായി മാറി. നിയോലിത്തിക് ഏജ് ആകുമ്പോഴേക്ക് അത് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസായി മാറി. പിന്നീട് കാൽക്കോലിത്തിക് ഏജിൽ എത്തുമ്പോഴും എന്തായി? സ്റ്റോണും അതുപോലെ തന്നെ കോപ്പർ ടൂൾസുമായി. അപ്പോൾ കാൽക്കോലിത്തിക് ഏജിൽ സ്റ്റോണും ഉണ്ട്, അതുപോലെ തന്നെ കോപ്പർ ടൂൾസും വന്നു. അപ്പോൾ പാലിയോലിത്തിക് ഏജിൽ ക്രൂഡ് സ്റ്റോൺ ടൂൾസ് ആണ്, മെസോലിത്തിക് ഏജിൽ മൈക്രോ സ്റ്റോൺ ടൂൾസ് ആണ്, നിയോലിത്തിക് ഏജിൽ പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ്, അതുപോലെ തന്നെ കാൽക്കോലിത്തിക് ഏജിൽ സ്റ്റോൺ ആൻഡ് കോപ്പർ ടൂൾസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം. ഹൂ മെയ്ഡ് ഫസ്റ്റ് എക്സ്കവേഷൻ ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ? അപ്പം നമ്മൾ ആ ഏജസ് പഠിച്ചു കഴിഞ്ഞു, ഓരോ ഏജസും പഠിച്ചു കഴിഞ്ഞു, നമ്മൾ നേരെ സിവിലൈസേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം തന്നെ പഠിക്കേണ്ടതാണ്
ഫസ്റ്റ് എക്സ്കവേഷൻ ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടതാണ് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഫസ്റ്റ് ആദ്യമായിട്ട് എക്സ്കവേഷൻ നടത്തിയത് ആരാണ്? സർ ജോൺ മാർഷൽ ഇൻ 1921 1921 സർ ജോൺ മാർഷൽ ആണ് ആദ്യമായി ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട എക്സ്കവേഷൻ നടത്തിയിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, Where was the first excavation conducted for the Indus Valley Civilization? ഇനി ആദ്യമായിട്ട് ഇൻഡസ് വാലിയിൽ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് എക്സ്കവേഷൻ നടത്തിയത് എവിടെയാണ്? അത് ഹാരപ്പയിലാണ് ആദ്യമായിട്ട് എക്സ്കവേഷൻ നടത്തിയത്. അപ്പോൾ അതിന് നേതൃത്വം നൽകിയത് ദയാറാം സാഹ്നിയാണ്. അപ്പോൾ ആദ്യമായി ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു സിവിലൈസേഷനിൽ വേണ്ടി എക്സ്കവേഷന് ഹെഡ് ചെയ്തത് സർ ജോൺ മാർഷലാണ്. അത് 1921. ഇനി ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ എക്സ്കവേഷൻ നടത്തിയത് എവിടെയാണ്? ഹാരപ്പയിലാണ്. ഹാരപ്പയിൽ ആ എക്സ്കവേഷന് നേതൃത്വം നൽകിയത് ദയാറാം സാഹ്നിയാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെക്കാം. അടുത്ത ചോദ്യം, ഹൂ ലെഡ് എക്സ്കവേഷൻ ഇൻ മോഹൻജദാരോ? അപ്പോൾ ഇൻഡസ് വാലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു പേരാണ് ഹാരപ്പ, അതുപോലെ തന്നെ മോഹൻജദാരോ. അപ്പോൾ ഹാരപ്പയിൽ എക്സ്കവേഷൻ ലെഡ് ചെയ്തത് ദയാറാം സാഹ്നിയാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മോഹൻജദാരോയിൽ ആരാണ് എക്സ്കവേഷൻ ലെഡ് ചെയ്തതെന്നാണ്. അപ്പോൾ അത് ചെയ്തതാരാണ്? R.D. ബാനർജിയാണ്. മോഹൻജദാരോയിൽ R.D. ബാനർജി, ഹാരപ്പയിൽ ദയാറാം സാഹ്നി. ഇനി അടുത്ത ചോദ്യം, ദ പീരീഡ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് BCE 2700 to BCE 1700. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് BCE 2700 to BCE 1700 ആണ്. ഇനി അടുത്ത ചോദ്യം, ദ എവിഡൻസ് ഫോർ ദ ആർക്കിടെക്ചറൽ സ്കിൽ ഓഫ് ദ പീപ്പിൾ ഡ്യൂറിങ് ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനെ തന്നെയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് കൂടി പറയുന്നത്. അപ്പോൾ ഞാനത് ചോദ്യമായി എഴുതിയില്ല എന്നേ ഉള്ളൂ, അത് എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ദ എവിഡൻസ് ഫോർ ദ ആർക്കിടെക്ചറൽ സ്കിൽ ഓഫ് ദ പീപ്പിൾ ഡ്യൂറിങ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ വാസ്തുവിദ്യ ിലുള്ള അവരുടെ കഴിവിന് എവിഡൻസ് ആയിട്ട് നിൽക്കുന്നത് എന്താണ്? അപ്പോൾ അതേതാ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്രേറ്റ് ബാത്ത്. അതെവിടെയാണ്? ഗ്രേറ്റ് ബാത്ത് എവിടെയാണ്? മോഹൻജദാരോയിലാണ്. സോ ദ എവിഡൻസ് ഫോർ ദ ആർക്കിടെക്ചറൽ സ്കിൽ ഓഫ് ദ പീപ്പിൾ ഡ്യൂറിങ് ഹാരപ്പൻ സിവിലൈസേഷൻ ഇസ് ഗ്രേറ്റ് ബാത്ത്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ മോഹൻജദാരോ. ഇനി അടുത്ത ചോദ്യം, ദ എവിഡൻസ് ഫോർ റൈസ് കൾട്ടിവേഷൻ ഡ്യൂറിങ് ഹാരപ്പൻ സിവിലൈസേഷൻ. ദ എവിഡൻസ് ഫോർ റൈസ് കൾട്ടിവേഷൻ ഡ്യൂറിങ് ഹാരപ്പൻ സിവിലൈസേഷൻ. രംഗ്പൂർ ആൻഡ് ലോത്തൽ അതെവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പോൾ റൈസ് കൾട്ടിവേഷനുള്ള എവിഡൻസ്, റൈസ് കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവ് കിട്ടുന്നത് എവിടുന്നാണ്? രംഗ്പൂറും അതുപോലെ തന്നെ ലോത്തൽ, ഇത് രണ്ടും എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇനി അടുത്ത ചോദ്യം, ദ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ ആൻഡ് ചൈനീസ് സിവിലൈസേഷൻ. ഈ 3 സിവിലൈസേഷനുകളെയാണ് നമ്മൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ദ കിങ് ഓഫ് ഈജിപ്റ്റ് വാസ് നോൺ ആസ്. ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെടുന്ന പേരെന്താ? ഫറാവോ എന്നാണ് ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിലും പേര് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. ഓരോ ആൾക്കാരും ഓരോ തരത്തിലായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ദി കിങ് ഓഫ് ഈജിപ്റ്റ് വർ നോൺ ആസ് ഫറാവോസ്. അടുത്ത ചോദ്യം, ദ പ്രാക്ടീസ് ഓഫ് പ്രിസർവിംഗ് ദ ബോഡി ഓഫ് ഡെഡ് ഇൻ ഈജിപ്റ്റ് ഈസ്. ദ പ്രാക്ടീസ് ഓഫ് പ്രിസർവിംഗ് ദ ബോഡി ഓഫ് ഡെഡ് ഇൻ ഈജിപ്റ്റ് ഈസ് നോൺ ആസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ, ഈജിപ്തിൽ ആ മരിച്ചവരുടെ ബോഡി എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്, അതിന് പറയുന്ന പേരെന്താണ്? ഇറ്റ് ഈസ് മമ്മി അല്ലേ. ഇനി നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ടോംബ് വേർ ദ മമ്മീസ് വെർ പ്രിസർവ്ഡ് ഇൻ ഈജിപ്റ്റ്. ദ ടോംബ്സ് വേർ ദ മമ്മീസ് വെർ പ്രിസർവ്ഡ് ഇൻ ഈജിപ്റ്റ്. ഈജിപ്തിലെ ഈ മമ്മികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ടോംബ്, ശവകുടീരങ്ങളെ പറയുന്ന പേരെന്താണ്? പിരമിഡ് ആണ് ഈജിപ്തിൽ മമ്മീസ് സൂക്ഷിച്ചു വെക്കുന്ന ശവകുടീരങ്ങളെ പറയുന്ന പേര്. അടുത്ത ചോദ്യം, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ
നൈൽ. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ നൈൽ. അപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് എന്താ? നൈൽ നദീനെയാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. അതുപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഇൻഡസ് റിവറിനെയാണ്, സിന്ധു നദിയാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം, ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഫോംഡ് ബൈ ഈജിപ്ഷ്യൻ. ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഫോംഡ് ബൈ ഈജിപ്ഷ്യൻ. അപ്പോൾ നമ്മൾ ഈ ഒരു സിവിലൈസേഷനും അതുപോലെ തന്നെ നമ്മുടെ ഏജസ് ഒക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൽ പഠിച്ച കാര്യം തന്നെയാണ് നമ്മൾ ഇതിലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ അതിലുള്ള ചോദ്യം ഇതിലും ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത് വീണ്ടും നമ്മൾ ഈ ഒരു 8ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ വീണ്ടും ആ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം മനസ്സിലേക്ക് വരുന്നുണ്ടോ ഒന്നുകൂടി ഒന്ന് നോക്കുക. അപ്പോൾ 29ാമത്തെ ചോദ്യം എന്താണ്? ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഫോംഡ് ബൈ ഈജിപ്ഷ്യൻസ്. ഈജിപ്ഷ്യൻസ് യൂസ് ചെയ്തിരുന്ന റൈറ്റിംഗ്, ആ ഒരു ലിപിയെ പറയുന്ന പേരെന്താണ്? ഹൈറോഗ്ലിഫിക്സ്. ഹൈറോഗ്ലിഫിക്സ്. ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഫോംഡ് ബൈ ഈജിപ്ഷ്യൻസ് ഇസ് നോൺ ആസ് ഹൈറോഗ്ലിഫിക്സ്. അടുത്ത ചോദ്യം, ദ ലീവ്സ് ഓഫ് ദ പ്ലാന്റ് ദാറ്റ് വാസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ഇൻ ഈജിപ്റ്റ്. ദ ലീവ്സ് ഓഫ് ദ പ്ലാന്റ് ദാറ്റ് വാസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ഇൻ ഈജിപ്റ്റ്. അപ്പോൾ ഈജിപ്തിൽ നമ്മൾ പറഞ്ഞു ഹൈറോഗ്ലിഫിക്സ് ആണ് അവരുടെ ലിപി എന്ന് പറഞ്ഞു. ഇത് എവിടെയാണ് അല്ലെങ്കിൽ ഏത് പ്ലാന്റിൻ്റെ ലീവ്സിലാണ് എഴുതിയിരുന്നത്? പാപ്പറാസ് പ്ലാന്റിൻ്റെ ലീവ്സിലാണ് ഹൈറോഗ്ലിഫിക്സ് എഴുതിയിരുന്നത്. ഇനി അടുത്ത ചോദ്യം, ദ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് വാസ് ഫസ്റ്റ് ഡെസിഫേർഡ് ബൈ. ദ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് വാസ് ഫസ്റ്റ് ഡെസിഫേർഡ് ബൈ. ആദ്യമായി ഹൈറോഗ്ലിഫിക്സ് ലിപി വായിച്ചത് ആരാണ്? ചമ്പോലിയനാണ് ആദ്യമായി ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് വായിച്ചത്. ദ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് വാസ് ഫസ്റ്റ് ഡെസിഫേർഡ് ബൈ ചമ്പോലിയൻ. അപ്പോൾ അവിടെയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പ്രൊനൗൺസിയേഷനിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവാം. ഇനി അടുത്ത 32ാമത്തെ ചോദ്യം, a statue with lion's body and human's head, which was a contribution of Egyptian civilization. A statue with lion's body and human's head, which was a contribution of Egyptian civilization. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള ഒരു സ്റ്റാച്യു. അപ്പോൾ ആ സ്റ്റാച്യൂയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സ്റ്റാച്യൂയുടെ ബോഡി എന്ന് പറയുന്നത് ഒരു ലയണിൻ്റെതും ഒരു സിംഹത്തിൻ്റേതും അതിൻ്റെ തല എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റേതും ആണ്. അപ്പോൾ ആ ഒരു സ്റ്റാച്യൂവിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്വിങ്സ് എന്ന പേരിലാണ് അതിനെ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മെസപ്പൊട്ടോമിയ ഈസ് എ ലാൻഡ് ബിറ്റ്വീൻ. നമുക്കറിയാം മെസപ്പൊട്ടോമിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന റിവേഴ്സിൻ്റെ പേര്, 2 റിവേഴ്സ് ഉണ്ട് അല്ലേ? യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. മെസപ്പൊട്ടോമിയ ഈസ് എ ലാൻഡ് ബിറ്റ്വീൻ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. അടുത്ത ചോദ്യം, ദ വേർഡ് മെസപ്പൊട്ടോമിയ മീൻസ് ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത്. അടുത്ത ചോദ്യം, മേജർ സിറ്റീസ് ഇൻ മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഉറൂക്ക്, ലഗാഷ്. ഇനി അടുത്ത ചോദ്യം, ദ മെസപ്പൊട്ടോമിയൻ സിസ്റ്റം ഓഫ് റൈറ്റിംഗ്. മെസപ്പൊട്ടോമിയക്കാർ യൂസ് ചെയ്തിരുന്ന ലിപി എന്ന് പറയുന്നത് ക്യൂനിഫോം ആണ്. മെസപ്പൊട്ടോമിയക്കാരുടെ ലിപി ക്യൂനിഫോം ആണ്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞതാണ്, നമുക്ക് മാറിപ്പോകാൻ സാധ്യതയുള്ളതാണ്. മെസപ്പൊട്ടോമിയൻ്റെ ആർട്ട് ഓഫ് റൈറ്റിങ്ങും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻകാരുടെ ആർട്ട് ഓഫ് റൈറ്റിങ്ങും. അപ്പോൾ മെസപ്പൊട്ടോമിയൻ ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ക്യൂനിഫോം ആണ്. ഈജിപ്ഷ്യൻ ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് ആണ്. ഇനി അടുത്ത ചോദ്യം, ദ എവിഡൻസ് ഓഫ് അമേസിംഗ് ആർക്കിടെക്ചറൽ സ്കിൽസ് ഓഫ് ആൻഷ്യൻറ്റ് മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയക്കാരുടെ വാസ്തുവിദ്യയിലുള്ള കഴിവ്, അവരുടെ സ്കില്ല് കാണിക്കുന്നതിനുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത് സിഗുറാത്ത്. അപ്പോൾ സിഗുറാത്ത് ഏത് സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം. അപ്പോൾ തെറ്റിക്കാതെ മെസപ്പൊട്ടോമിയ തന്നെ എഴുതണം. അതുപോലെ തന്നെ നമുക്ക് ഇതിനു മുന്നേ നമ്മൾ ഓരോ സിവിലൈസേഷനിലും അവരുടെ അവരുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഓരോ കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിരമിഡ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ സ്ഫിങ്സ് ആയിക്കോട്ടെ.
അപ്പോൾ അത് ഓരോന്നും ഏത് സിവിലൈസേഷൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കാം. ഇനി അടുത്ത ചോദ്യം, The Chinese civilization flourished in the valley of the river. Chinese civilization flourished in the valley of the river ഹൊയാങ്ഹോ. ഹൊയാങ്ഹോ നദിയുടെ തീരത്താണ് നമ്മുടെ ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, The temperature at the center of earth. The temperature at the center of the earth. നമ്മുടെ ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5000 degrees Celsius ആണ്. 5000 degrees Celsius. The temperature at the center of earth is 5000 degrees Celsius. അടുത്ത ചോദ്യം, The comparative thin outer shell of earth. The comparative thin outer shell of earth is crust. The comparative thin outer shell of earth is crust. 40 കിലോമീറ്റർ ആണ് അതിൻ്റെ തിക്ക്. 40 കിലോമീറ്റർ. ഇനി അടുത്ത ചോദ്യം, ഈ ക്രസ്റ്റിന് നമുക്കറിയാം, നമ്മൾ ടെക്സ്റ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ ക്രസ്റ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റും അതുപോലെ തന്നെ മറ്റൊന്നാണ് ഓഷ്യാനിക് ക്രസ്റ്റും. ഇനി അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം നോക്കുക. ദ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഈസ് നോൺ ആസ്. ദ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഈസ് നോൺ ആസ് സിയാൽ. കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ഏതാണ്? സിയാൽ. സിയാൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ്. ഓഷ്യാനിക് ക്രസ്റ്റ് അറിയപ്പെടുന്ന പേര് സിമ. സിമ എന്നാണ് ഓഷ്യാനിക് ക്രസ്റ്റ് അറിയപ്പെടുന്ന പേര്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് സിയാൽ, ഓഷ്യാനിക് ക്രസ്റ്റ് സിമ. ഇനി അടുത്ത ചോദ്യം, മാൻഡിൽ എക്സ്റ്റെൻഡഡ് അപ് ടു 2900 കിലോമീറ്റർ. 2900 കിലോമീറ്റർ. അടുത്ത ചോദ്യം, The remainings of ancient plants and animals found in sedimentary rocks are known as. The remains of ancient plants and animals found in sedimentary rocks are known as fossil. The remains of ancient plants and animals found in sedimentary rocks are known as is called fossil. Fossil എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, The crust and the upper part of mantle together known as. The crust and the upper part of mantle together known as lithosphere. The crust and the upper part of mantle together known as lithosphere. Lithosphere എന്നാണ് ആ ഒരു ഭാഗത്തിനെ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, The part beneath the lithosphere where the material exists in a partially molted state is known as. The part beneath the lithosphere where the materials exist in a partially molted state is known as asthenosphere. Asthenosphere. The part beneath the lithosphere where the materials exist in a partially molted state is known as asthenosphere. അടുത്ത ചോദ്യം, The rock which is known as primary rocks. The rock which is known as primary rocks. അപ്പോൾ പ്രാഥമിക ശില എന്നറിയപ്പെടുന്ന റോക്ക് ശില ഏതാണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഇഗ്നസ് റോക്സ്. ഇഗ്നസ് റോക്സ് ആണ് പ്രൈമറി റോക്സ് അല്ലെങ്കിൽ പ്രാഥമിക ശില എന്ന് അറിയപ്പെടുന്നത്. ഇഗ്നസ് റോക്സ്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇഗ്നസ് റോക്സിന് ഉദാഹരണം, അല്ലെ? എക്സാമ്പിൾസ് ഫോർ ഇഗ്നസ് റോക്ക്. അപ്പോൾ അത് നമുക്ക് മാറിപ്പോകാതെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇഗ്നസ് റോക്സിന് ഉദാഹരണങ്ങൾ ഗ്രാനൈറ്റ്, അതുപോലെ തന്നെ ബസാൾട്ട്. ഇഗ്നസ് റോക്സ്, ബസാൾട്ട് ആൻഡ് ഗ്രാനൈറ്റ്. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. സെഡിമെൻ്ററി റോക്സ് ഈസ് ഓൾസോ നോൺ ആസ്. സെഡിമെൻ്ററി റോക്സ് ഈസ് ഓൾസോ നോൺ ആസ് സ്ട്രാറ്റിഫൈഡ് റോക്സ്. സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത് അതിനറിയപ്പെടുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നാണ്. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് കണ്ടാലും സെഡിമെൻ്ററി റോക്സ് എന്ന് കണ്ടാലും ഒന്നാണെന്ന് മനസ്സിലാക്കുക. ഇനി അതിന് ഉദാഹരണം എന്ന് പറയുന്നത് സാൻഡ് സ്റ്റോണും ലൈം സ്റ്റോണുമാണ്. സാൻഡ് സ്റ്റോണും അതുപോലെ തന്നെ ലൈം സ്റ്റോണുമാണ് സെഡിമെൻ്ററി റോക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റോക്സിനുള്ള ഉദാഹരണം. അടുത്ത ചോദ്യം, എക്സാമ്പിൾസ് ഫോർ മെറ്റാമോർഫിക് റോക്സ്. മെറ്റാമോർഫിക് റോക്സിന് എക്സാമ്പിളായിട്ടുള്ള റോക്സ് ഏതാണ്? ആൻസർ മാർബിൾ, അതുപോലെ തന്നെ സ്ലേറ്റ്. മാർബിളും സ്ലേറ്റുമാണ് അതിനുള്ള ഉത്തരം.
അപ്പോൾ നമ്മൾ ഈ റോക്സ് 3 തരം റോക്സ് പഠിച്ചു. അപ്പോൾ നമുക്കതിൽ സെഡിമെൻ്ററി റോക്സിൻ്റെ നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. സാൻഡ് സ്റ്റോണും അതുപോലെ തന്നെ ലൈം സ്റ്റോൺ നമ്മൾ എഴുതും. പക്ഷേ ഇഗ്നസ് റോക്സിൻ്റെതും മെറ്റാമോർഫിക് റോക്സിൻ്റെ എക്സാമ്പിൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വെക്കുക. ഇഗ്നസ് റോക്സ് ഗ്രാനൈറ്റ്, ആ ഗ്രാനൈറ്റ് നമുക്ക് മാറിപ്പോവും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇഗ്നസ് റോക്കിന് പോയിട്ട് മാർബിള് ബബിൾ ചെയ്യും. അങ്ങനെ ചെയ്താൽ നമുക്ക് ഉത്തരം തെറ്റിപ്പോവും. അത് ശ്രദ്ധിക്കുക. ഇഗ്നസ് റോക്സ് ഗ്രാനൈറ്റ്, ബസാൾട്ട്. മെറ്റാമോർഫിക് റോക്സ് മാർബിൾ, സ്ലേറ്റ്. ഇനി അടുത്ത ചോദ്യം, The rock that are prominent in Kerala. The rock that are prominent in Kerala. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില അല്ലെങ്കിൽ റോക്ക് എന്ന് പറയുന്നത് മെറ്റാമോർഫിക് റോക്സ് ആണ്. മെറ്റാമോർഫിക് റോക്സ് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം, disintegration or decomposition of rock is known as disintegration or decomposition of rocks is known as weathering. Disintegration or decomposition of rocks is known as weathering. ഇനി അടുത്ത ചോദ്യം, the branch of science that deals with soil. The branch of science that deals with soil is pedology. The branch of science that deals with soil is pedology. ഇനി അടുത്ത ചോദ്യം, ഇത് എക്സാമിന് അങ്ങനെ ചോദിക്കണം എന്നില്ല, എന്നാലും നമ്മളൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സോയിൽ ഫോർമേഷൻ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സോയിൽ ഫോർമേഷൻ. ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരത്തിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സോയിൽ ഫോർമേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചു കൊടുത്തിട്ട് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന്, അല്ലെങ്കിൽ സോയിൽ ഫോർമേഷന് ഫാക്ടർ അല്ലാത്ത ഘടകം ഏതാണെന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. അപ്പം അങ്ങനെ ചോദിച്ചാൽ നമുക്കൊരിക്കലും ആ ഒരു മാർക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഏതൊക്കെയാണ് സോയിൽ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ക്ലൈമറ്റ്, ടോപ്പോഗ്രഫി, പാരന്റ് റോക്ക്, ടൈം, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഏതൊക്കെയാണ് ഒന്നും കൂടി പറയാം. ക്ലൈമറ്റ്, ടോപ്പോഗ്രഫി, പാരന്റ് റോക്ക്, ടൈം, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇനി അടുത്ത ചോദ്യം, ഇൻ്റർനാഷണൽ സോയിൽ ഡേ. ഇൻ്റർനാഷണൽ സോയിൽ ഡേ ആയിട്ട് സോയിൽ ഇയർ ആണ് കേട്ടോ, അന്ന് ജസ്റ്റ് മാറിപ്പോയതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇൻ്റർനാഷണൽ സോയിൽ ഇയർ ആയിട്ട് നമ്മൾ കണക്കാക്കിയ വർഷം ഏതാണ്? 2015 ആയിരുന്നു ഇൻ്റർനാഷണൽ സോയിൽ ഇയർ. ഇനി സോയിൽ ഡേ എപ്പോഴാണ്? December 5. സോയിൽ ഇയർ 2015, സോയിൽ ഡേ December 5. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നും പറയുന്നത് പോലെ വീഡിയോ വെറുതെ കേട്ടുപോയാൽ മാത്രം പോരാ, ഓരോ ചോദ്യവും എഴുതി വെച്ച് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.